കണ്ടോ, ഇത് മുന്തിരിക്കൊലയൊന്നുമല്ല കേട്ടോ, ഇതൊരു ചെടിയാണ്. ഒരു സക്കുലൻ ചെടിയാണ്. നല്ല ഉണ്ട പീക്കിരി ഇലകളുള്ള ഒരു സക്കുലൻ്റാണ് ഇത്. കണ്ടോ, തിന്നാൻ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാൻ. ഇതിൻ്റെ പേരാണ് ജെല്ലി ബീൻ. ഈ നല്ല റെഡ് കളർ കണ്ടോ, ഇത് നല്ല സൺലൈറ്റ് അടിക്കുമ്പോഴാണ് ഇവർക്ക് കിട്ടുന്നത്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നല്ല സൺലൈറ്റ് കിട്ടുമ്പോഴാണ് സക്കുലൻസിന് നല്ല കളേഴ്സ് വരുന്നതെന്ന്. കണ്ടോ, എന്ത് രസമായി ഇവരെ കാണാൻ. ഇവരുടെ പേര് ജെല്ലി ബീൻ എന്നാണ്. ഇവർ നമുക്ക് പുതിയ ചെടികൾ വരുന്നത് ഇലകളിൽ നിന്നും അതുപോലെ കട്ടിങ്സിൽ നിന്നൊക്കെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം. അതുപോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷൂട്ട്സ് വരും. ഇതിനൊക്കെ കട്ട് ചെയ്ത് വെച്ചാലും നമുക്ക് പുതിയ ചെടികൾ വരും. നോക്കട്ടെ, ഇലകളിൽ നിന്ന് വളർന്നിട്ടുള്ള ഏതെങ്കിലും ലീഫ് പ്രൊപ്പഗേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വീണ് കിടക്കുകയാണ്, പക്ഷെ ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. നോക്കാം, നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ ചെടിയുടെ അടിയിൽ ലീഫ് വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെസ്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ടോ, ഇലകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരുന്നത് കണ്ടോ. ഈ ഒരു കുഞ്ഞി ഇലയിൽ ഈ ഒരു പ്ലാന്റിന് വേണ്ട എല്ലാ ഒരു പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. സക്കുലൻസിലെ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്ന പാർട്ടാണല്ലോ, ഇലകളിലാണ് അവർ വെള്ളം ശേഖരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ഒരുപാട് സക്കുലൻ ചെടികളുണ്ട് കേട്ടോ. പനിക്കൂർക്ക, പിന്നെ അതുപോലെ തന്നെ കറ്റാർ വാഴ, ഇതൊക്കെ നമ്മുടെ ലോക്കലായിട്ട് കാണുന്ന കുറേ സക്കുലൻസ്. 10 മണിച്ചെടി, 10 മണിയല്ലേ, അതും ഒരു സക്കുലൻ്റാണേ. കണ്ടോ, ഇലകളിൽ വെള്ളം നിറച്ചിരിക്കുന്ന എല്ലാ ചെടികളെയും നമുക്ക് സക്കുലൻസ് എന്ന് പറയാം. കണ്ടോ, അവരുടെ റൂട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ പ്രൊപ്പഗേഷൻസ്. അവരവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ തന്നെ വെക്കാം. വന്നോളൂ. ഇനി വേറൊരു ചെടി, ഒരു ഇലയും കൂടി അതിൽ വന്ന് ലീഫ് പ്രൊപ്പഗേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അവർ റൂട്ട് ഉള്ളിലോട്ട് പിടിച്ചിട്ടുണ്ട്. സോ നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഈ ഇലകളെ നമ്മളിങ്ങനെ ചതയ്ക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ സേഫായിട്ട് പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ അടിയിലോട്ട് ഇട്ടാൽ മതി. തനിയെ വീണും അവർ പുതിയ ചെടികൾ ഉണ്ടാവും. പക്ഷെ ഒത്തിരി സമയം എടുക്കും കേട്ടോ. അവർ ഈ ഒരു സൈസിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് ബ്രയോഫിലം അഥവാ ഇലമുളച്ചി മാത്രമാണ്. അങ്ങനെ ഒരുപാട് ചെടികളെക്കുറിച്ചൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പഠിക്കുന്ന കാലത്തും ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും നമുക്ക് ആ ബുക്കുകളിലൊന്നും തരുന്നില്ല. അത് ഒരു ബ്രയോഫിലത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ അധികവും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരൊക്കെ ഒരുവിധം ബിഗോണിയാസും ഒക്കെ ഇലകളിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സാണ് കേട്ടോ. അതുകൊണ്ടോ, അത് റൂട്ട് പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് അധികം സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ പച്ച കളർ, വെറും പച്ചയായിരിക്കും. നല്ല സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല റെഡായിട്ട് മാറും. അതാണ് ഇവരുടെ പ്രത്യേകത. ഒരു തരം ഒച്ചുണ്ട് ഇവിടെ, സ്നെയിൽ, അത് കടിച്ച് തിന്നുന്നതാണ്. ഒച്ചിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഷെല്ലില്ലാത്തൊരു തരം ഒച്ചാണ്. ആഫ്രിക്കൻ ഒച്ചാണെന്നൊന്നും അറിയില്ല. ഒരു വലിയ കമണ്ടൻ ഒച്ചുണ്ട്, ഒരു ടൈപ്പ് ഓഫ് ഒച്ച്. അവരാണ് ഇതിനെ മുഴുവൻ കടിച്ച് തിന്നുന്നത്. ഈച്ചവേരികളൊക്കെ നാശമാക്കുന്നത് അവരാണ്. ഈച്ചവേരിക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ട് തോന്നുന്നു അതിൻ്റെ ലീഫിന്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഈച്ചവേരിയാണ്. ഉപ്പിട്ട് തന്നെ കൊല്ലണം അതിനെയൊക്കെ. സ്നെയിലൊരു അന്താരാഷ്ട്ര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു പ്ലാന്റാണ്. ഇതൊരു ഈച്ചവേരിയ പ്ലാന്റിൻ്റെ കുഞ്ഞാണ് കേട്ടോ. ലീഫ് പ്രൊപ്പഗേഷനാണ്. കാണാൻ പറ്റുന്നില്ല, അത്ര ചെറുതാണ്, കുഞ്ഞ്. ഈ ഒരു പോട്ട് കണ്ടോ, ഇതിൽ കുറച്ച് കാക്ടസ് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. കണ്ടോ ഇടയിൽ. ഈ കാക്ടസിൻ്റെ മുകളിലാണ്. അയ്യോ, ഇത് നശിച്ചു പോയി ഈ ഒരു ചെടി. ഇനി ഒരു കാക്ടസും കൂടി ഇവനെ മാറ്റണം, ഇല്ലെങ്കിൽ ഈ സീഡം ജാപ്പോണിക്കുമാണ് ഇവർ.
സീഡം ജാപ്പോണിക്കം അതിൻ്റെ മുകളിൽ കൂടി സ്പ്രെഡായിട്ട് അതിനെ നശിപ്പിച്ച് കളയും. പക്ഷെ സീഡം ജാപ്പോണിക്കം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇനി വേറൊരു സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മുടെ സെംബ്രവേറിയം അഥവാ വിഷ്ണു കമൽ എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന പ്ലാന്റാണ്. എത്ര കുഞ്ഞുങ്ങളാണ് നോക്കിയേ. ഇതൊരു മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ മദർ പ്ലാന്റ് നശിച്ച് അതിൻ്റെ സൈഡിലുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നതൊക്കെ. മദർ പ്ലാന്റ് നശിച്ചതല്ല തോന്നുന്നു, ഞാൻ എടുത്ത് മാറ്റിയത് തോന്നുന്നു, ഓർമ്മയില്ല. എന്തായാലും കുഞ്ഞുങ്ങളെ മാത്രമാണ് ഉള്ളൂ, അമ്മേനെ കാണാനില്ല. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലിയ കുട്ടികളായിട്ടുണ്ട്. ഇവരെയൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ. ഇത് പെപ്രോമിയാണ്. ഈ പെപ്രോമിയയും ഇലകളിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ആവും കേട്ടോ. പെപ്രോമിയയിൽ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ കണ്ടോ വേറൊരു ലീഫ്. ഇതേതാണെന്നറിയോ? ആർക്കെങ്കിലും മനസ്സിലായോ ഇതേതാ ചെടിയെന്ന്? ഇത് നമ്മുടെ ഡോങ്കി ടെയിലാണ്. ഷാർപ്പ് എൻഡാണ്. സോ ഡോങ്കി ടെയിലിൻ്റെ കുട്ടിയാണിത്. കള പറിക്കാനായിട്ടുണ്ട്. കള പറിക്കുക, ഒരു റൗണ്ട് അടിച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും കള വന്നിട്ടുണ്ടാവും. നിന്ന് സൂക്ഷിച്ച് വേണം കള, കാരണം കളയുടെ റൂട്ട് ഒരുപാട് വലുതും സക്കുലൻസിൻ്റെ റൂട്ട് ചെറുതും ആയതുകൊണ്ട് കള അങ്ങ് ആ പോട്ട് മൊത്തം അതിൻ്റെ റൂട്ട് പടർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കള പറിക്കുമ്പോൾ സക്കുലൻറ്റും ചേർന്ന് പോരും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ റീപോർട്ട് ചെയ്യണം. ഈ പുല്ലുകൾക്കൊക്കെ എന്താണെന്നറിയോ റൂട്ട്? ഫൈബ്രസ് റൂട്ടാണെങ്കിലും ഒരുപാട് നെറ്റ്വർക്കാണ് അവരുടെ റൂട്ടിന്. ഉണ്ടോ? എത്രയാണെന്നറിയോ? പിടിച്ചോളും, താഴെ വരെ പോയിട്ടുണ്ടാവും. ഇത് വേറൊരാളാണ്, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതുപോലെ തന്നെ റൂട്ടും സൈഡിൽ നിന്നും അതുപോലെ ലീഫിൽ നിന്നൊക്കെ പ്രൊപ്പഗേറ്റ് ആവും ഈ ചെടികളൊക്കെ. ഇതൊരു ബ്രൗൺ സീഡമാണ്. കുറച്ചും കൂടി സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ, ഇവിടെ ഞാനൊരു ഇത് ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സൺലൈറ്റ് കുറവ്. ഗ്രീൻ നെറ്റ് ഇട്ടത് ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് മഴ കുറഞ്ഞപ്പോൾ നല്ല വെയിലായി. അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ നെറ്റ് ഇട്ടതാണ്. അപ്പോൾ സൺലൈറ്റൊക്കെ ഒന്ന് കുറഞ്ഞു. അതുപോലെ ഇത് സൗത്ത് സൈഡിൽ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൺലൈറ്റ് കുറച്ച് കുറവാണ്. ഈ ഒരു പോട്ടിലൊരാളുണ്ട്. ജിഫി ബാഗിൽ നട്ടിട്ടുള്ള ഒരു സ്ട്രിങ് ഓഫ് ഹാർട്ടാണ്. അവരിപ്പോൾ എടുക്കാൻ പറ്റില്ല, കാരണം അവർ താഴോട്ട് വേര് പോയിട്ടുണ്ട്. സോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവരവിടെ ഇരിക്കട്ടെ. നമുക്ക് റീപോർട്ട് ചെയ്യണം, എന്തായാലും ഈ ഒരു ചെടിയെ റീപോർട്ട് ചെയ്യണം. ആളുടെ ഹെൽത്ത്, കാരണം ഇതിലെ ന്യൂട്രീഷനൊക്കെ തീർന്നിട്ടുണ്ടാവും. കുറേ ആയി ഇതിനെ പോട്ട് ചെയ്തിട്ട്. സോ ഇതിനൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് പോട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് പണികളുണ്ട് ചെയ്യണം. ഇത് കണ്ടോ, ഇത് പലരും ഗ്രീൻ ബട്ടർഫ്ലൈ എന്ന്, ഇതിലൊരു പിങ്ക് കളർ പൂവുണ്ടാവും കേട്ടോ. പക്ഷേ ആക്ച്വലി ഇതൊരു വീടായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇതാണ് കേട്ടോ, ഇതാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് വെയ്റ്റ്സ് ആയിട്ട്. അതുകൊണ്ട് ഈയിടെയായിട്ട് നമ്മുടെ നാടുകളിൽ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വരുന്ന കുറേ ചെടികൾ വരുന്നുണ്ട്. ഈ ലാൻഡാന പൂച്ചെടിയോ, എന്ത് പൂച്ചെടിയാ, കിങ്ങിണിപ്പൂവൊക്കെ ഇല്ലേ, അതൊക്കെ ഒരുപാട് അധിനിവേശ സസ്യങ്ങളായിട്ട് നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലും അതൊക്കെ എന്താ പറയുക, വളർത്താൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള, നമുക്കങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് അധിനിവേശ സസ്യങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്, പൂച്ചെടികളിലായിട്ടും അങ്ങനെ. പക്ഷേ ആക്ച്വലി ഈ അധിനിവേശ സസ്യങ്ങൾ പെട്ടെന്ന് പടർന്ന് പന്തലിക്കും.
അതുപോലെ മറ്റ് ചെടികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വളർത്തുമ്പോൾ അധിനിവേശ സസ്യങ്ങളൊന്നും വളർത്താതെ നോക്കുക. കാരണം അത് നമ്മുടെ മൊത്തം എക്കോസിസ്റ്റത്തിനെ ഒന്ന് ബാധിക്കും. ലാൻഡാണെങ്കിൽ എത്ര പെട്ടെന്നൊന്നറിയാം, അതിന് വേര് അത് പറിച്ചെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ വെറുതെ കുറച്ച് നമ്മുടെ ജെല്ലി ബീനിനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.